ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടി 2 കപ്പ് കടല ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ്. ഇത് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു സവാളയുടെ പകുതി കഷ്ണം കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് അടുപ്പത്തേക്ക് മാറ്റാം. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 8 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. 8 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലെ എയർ പോയതിനു ശേഷം തുറന്ന് നോക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പകുതി കഷ്ണം സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി വറുത്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ച് നിരപ്പാക്കി കൊടുക്കാം. ഇത് നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി കറി റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നേരത്തെ വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു ഗ്രേവിക്ക് തിക്നെസ് കിട്ടാൻ 2-3 ടേബിൾ സ്പൂൺ കടല അരച്ചെടുക്കാം. കടല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതേ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തരച്ച കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കഴിക്കാം. ഏറ്റവും നല്ല കോമ്പിനേഷൻ പുട്ടിൻ്റെ കൂടെ തന്നെയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്